സ്റ്റുഡൻസ് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫിസിക്സ് എന്താണെന്നും ഫിസിക്സിൻ്റെ ശരിയായൊരു ഇൻട്രൊഡക്ഷൻ തരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഫസ്റ്റ് ചാപ്റ്റർ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യം കുറഞ്ഞ, അതേസമയം ഒരു ജനറലൈസ്ഡ് ഐഡിയ കിട്ടാനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്റർ. നോക്കൂ, അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിസിക്സ് എന്താണെന്നും ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്താണ്, ഫിസിക്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണ്, അതുപോലെ ഹൈപ്പോത്തസിസ്, അക്സിയംസ്, മോഡൽസ് എന്നൊക്കെ സയൻസിൽ പൊതുവെ യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. ഇതെന്താണെന്നും ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നും ആണ് ജനറലായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഒരു കാര്യം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൻ്റെ കമ്പാരിസൺ, പിന്നെ യൂണിവേഴ്സൽ ലോസ് ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിസിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഇൻ നേച്ചർ ആൻഡ് വിച്ച് ഇസ് റിലേറ്റഡ് ടു മാറ്റർ, എനർജി ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് ഫിനോമിന. മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലോസ് ഉണ്ട്, അതുപോലെ എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരുപാട് വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുമാണ് ഫിസിക്സ് ഡീൽ ചെയ്യുന്നത്. ഫിസിക്സ് എന്ന വേർഡിൻ്റെ അർത്ഥം അത് ആക്ച്വലി ഡിറൈവ് ചെയ്ത ഗ്രീക്കിൽ നിന്നാണ്, നേച്ചർ എന്നാണ്. അപ്പോൾ ശരിക്കും ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഇസ് എ സയൻസ് ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ എന്നാണ്. നേച്ചറിനെ മനസ്സിലാക്കാനുള്ള ഒരു സയൻസാണ് ഫിസിക്സ്. അതുകൊണ്ട് പറയാറുണ്ട്, ഫിസിക്സ് ഈസ് ദ കിങ് ഓഫ് സയൻസ് വൈൽ മാത്തമാറ്റിക്സ് ഈസ് ക്വീൻ എന്ന് പറയാറുണ്ട്. ഫിസിക്സിൽ രണ്ട് കാര്യങ്ങളാണ് ഫിസിക്സിൽ പ്രധാനമായിട്ടുള്ളത്. യൂണിവേഴ്സിനെ രണ്ട് കാര്യങ്ങളിലാണ് ഫിസിക്സ് ഒതുക്കിയിരിക്കുന്നത്. വൺ ഈസ് മാറ്റർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എനർജി. ഓക്കെ, എന്താണ് ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്ന് ചോദിച്ചാൽ, ഫിസിക്സിൻ്റെ സ്കോപ്പ് വൈഡ് റേഞ്ചാണ്. 10⁻⁻15 മീറ്റർ റേഞ്ചിൽ നിന്ന്, അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയാൽ അത് യൂണിവേഴ്സിൻ്റെ മുഴുവൻ സൈസ്, വലിയ സൈസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്കോപ്പാണ് ഫിസിക്സിനുള്ളത്. വളരെ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി വളരെ വിശാലമായ ലോകത്തിൻ്റെ തന്നെ സൈസിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഫിസിക്സിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഫിസിക്സിന്. അതിലൊരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. നമുക്ക് +1 കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള മെക്കാനിക്സ് ആണ്. അതായത് ന്യൂട്ടൻ്റെ നിയമങ്ങളും അതുപോലെ ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നാണ് മെക്കാനിക്സിനെ പറയാം. മറ്റൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ഇലക്ട്രോ ഡൈനാമിക്സ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കാനുള്ളതാണ്. ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുള്ള ഇൻറ്റേർണൽ എനർജി, ഹീറ്റ്, വർക്ക്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, എന്താണ് ഫിസിക്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, ഫിസിക്സിൻ്റെ ബേസിക് ലോസ് ഇതിൽ പലതും യൂണിവേഴ്സലാണ്. ലോകത്തിലെ മുഴുവൻ പാർട്ടിക്കിൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു ഫിനോമിനയിലും, ഒരു പ്രതിഭാസത്തിലും, വളരെ വലിയൊരു ഫിനോമിനയിലും ഫിസിക്സിൻ്റെ ഒരേ ലോ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും.